കോട്ടയം മുണ്ടക്കയത്ത് മോഷണക്കുറ്റം ആരോപിച്ച് പോലീസ് മർദ്ദിച്ചെന്ന് പരാതി നൽകിയ യുവാവിന്റെ അറസ്റ്റ് ഉടൻ രേഖപ്പെടുത്തുമെന്ന് പോലീസ്. അറസ്റ്റ് നടപടി ഒഴിവാക്കാനാണ് യുവാവ് മർദ്ദനാരോപണം ഉന്നയിക്കുന്നതെന്നും മോഷണം തെളിഞ്ഞതായും മുണ്ടക്കയം പോലീസ് വ്യക്തമാക്കി. പ്രതി മോഷണം നടത്തുന്ന CCTV ദൃശ്യങ്ങളും പുറത്തുവന്നിട്ടുണ്ട്. മുണ്ടക്കയത്തെ സ്വകാര്യ സ്ഥാപനത്തിലെ ജീവനക്കാരൻ വേലനിലം സ്വദേശി അഫ്സൽ പാലക്കുന്നേലാണ് പരാതിക്കാരൻ. ജോസി ബാബു വിവരങ്ങൾ നൽകും. ജോസി, തന്നെ അകാരണമായി പോലീസ് മർദ്ദിച്ചു എന്നായിരുന്നു പരാതിക്കാരൻ പറഞ്ഞത്. എന്നാൽ പോലീസ് അതിന് നൽകിയ വിശദീകരണം മോഷണക്കുറ്റം തെളിഞ്ഞിട്ടുണ്ട് എന്നാണ്. ഇപ്പോൾ ഈ CCTV ദൃശ്യങ്ങൾ കൂടി പുറത്തു വരുമ്പോൾ പോലീസിന്റെ ഭാഷ്യം ഏറെക്കുറെ ശരിയാണെന്ന് തെളിയുകയാണല്ലേ? തീർച്ചയായും ദിവ്യ, മുണ്ടക്കയത്തെ ഒരു സ്വകാര്യ പാഴ്സൽ സർവീസ് സ്ഥാപനത്തിലാണ് ഈ മോഷണം നടന്നത്. കഴിഞ്ഞ 27-ാം തീയതി രാവിലെ ഈ മോഷണ സ്ഥലത്ത് നടന്ന സ്ഥാപനത്തിലെ ജീവനക്കാരനാണ് ഈ പ്രതിയായ അഫ്സൽ. ഇയാൾ രാവിലെ എത്തിയപ്പോൾ ഈ ഡ്രോ തുറന്ന നിലയിലും പണം മോഷ്ടിച്ചു എന്ന നിലയിലുമായിരുന്നു കണ്ടെത്തിയതെന്നാണ് ഇയാൾ ആദ്യം മൊഴി നൽകിയത്. പിന്നീട് ഇയാൾ ഉടമയെ വിളിച്ച് അറിയിക്കുകയും ചെയ്യുകയായിരുന്നു. പിന്നീട് ഒരുമിച്ചാണ് പോലീസ് സ്റ്റേഷനിൽ പോയി പരാതി നൽകാനൊക്കെയും എത്തിയത്. പിന്നീട് ഇയാളുടെ വിശദമായി ചോദ്യം ചെയ്തപ്പോൾ ആദ്യഘട്ടത്തിൽ തന്നെ ഇയാളാണ് മോഷണം നടത്തിയെന്നുള്ള കാര്യം പോലീസിന് വ്യക്തമായിരുന്നു. താൻ പിടിക്കപ്പെടുമെന്ന ഘട്ടത്തിൽ ആണ് ഈ അഫ്സൽ പോലീസിനെതിരെ ആരോപണം ഉന്നയിച്ചതെന്നാണ് പോലീസ് പറയുന്നത്. പിന്നീട് അഫ്സൽ പോലീസ് മർദ്ദിച്ചു എന്നാരോപിച്ച് സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സ തേടുകയും ചെയ്തു. ഉടമയുടെ സമ്മർദ്ദത്തെ തുടർന്നാണ് തന്നെ ഇത്തരത്തിൽ പോലീസ് ആക്രമിച്ചതെന്നാണ് മർദ്ദിച്ചതെന്നാണ് അഫ്സലിന്റെ ആരോപണം വന്നിരുന്നത്. എന്തായാലും ഇത് സംബന്ധിച്ചപ്പോൾ ഏറ്റവും നിർണായകമായ വിവരങ്ങൾ പോലീസ് പുറത്തുവിട്ടിരിക്കുന്നു. ഈ സംഭവവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള CCTV ദൃശ്യങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നിട്ടുള്ളത്. ഈ സ്ഥലത്തെ സ്ഥാപനത്തിലെ പണമിടപാട് കാര്യങ്ങളൊക്കെ നോക്കിയിരുന്നത് അഫ്സലാണ്. അഫ്സൽ തലേദിവസം ഇവിടെ നിന്ന് പോയപ്പോൾ ബാഗിൽ പണം കൊണ്ടുപോകുന്നതിന്റെ അടക്കം ദൃശ്യങ്ങളുണ്ട്. എന്നാൽ അവരുടെ വാദം, അഫ്സലിന്റെയും കുടുംബാംഗങ്ങളുടെയൊക്കെ വാദം, അത് ജീവനക്കാർക്ക് നൽകാനുള്ളതാണ് എന്നതാണ്. പക്ഷേ അതൊന്നും പിന്നീട് നടത്തിയ അന്വേഷണത്തിൽ അങ്ങനെയല്ല കാര്യങ്ങളെന്ന് വ്യക്തമാവുകയും ചെയ്തു. പിറ്റേ ദിവസം വന്നതിന് ശേഷം രാവിലെ ഈ മോഷണ വിവരം പുറത്തു പറയുന്നതിന് മുമ്പ് ഇയാൾ CCTVയിലേക്ക് നോക്കുന്നതും കൂടാതെ 10-12 മിനിറ്റിന് ശേഷമാണ് കടയുടമയെ വിളിച്ചു പറയുന്നത് എന്നതടക്കമുള്ള കാര്യങ്ങളും ഇയാളുടെ ശരീരഭാഷയുമൊക്കെ മോഷണം നടന്നതിന് തെളിവായി പോലീസ് കണക്കാക്കുന്നു. കൂടാതെ ഏറ്റവും നിർണായകമായത് ഇയാൾ പണം ചെലവഴിച്ചത് സംബന്ധിച്ച വിവരങ്ങളും പോലീസിന് ലഭിച്ചിട്ടുണ്ട്. മുമ്പും സമാനമായ സാഹചര്യത്തിൽ ഇയാൾക്കെതിരെ സമാന മോഷണ കേസുകൾ ഉണ്ടായിട്ടുണ്ട് എന്നാണ് പറയുന്നത്. പക്ഷെ അന്നൊന്നും കേസ് രജിസ്റ്റർ ചെയ്യപ്പെട്ടില്ല. നേരത്തെ ഒരു സ്ഥാപനത്തിൽ സമാനമായ രീതിയിൽ മോഷണം നടത്തുകയും അന്ന് ഇയാൾ ഖേദം എഴുതി നൽകി, ക്ഷമാപണം എഴുതി നൽകി അവിടെ തിരികെ ജോലിയിൽ പ്രവേശിച്ചതാണ് എന്ന് പറയുന്നു. കൂടാതെ ഈ മുണ്ടക്കയത്തെ സ്ഥാപനത്തിലെ ഉടമയ്ക്ക് മുമ്പും സമാനമായ അനുഭവം ഉണ്ടായിട്ടുണ്ട്. അവിടെയും അഫ്സൽ മോഷണം നടത്തിയതായും പിന്നീട് ഇയാളുടെ സാഹചര്യങ്ങൾ വെച്ച് ഇയാളെ തൊഴിൽ ചെയ്യാൻ അനുവദിക്കുകയായിരുന്നുവെന്നുമാണ് കടയുടമ പറയുന്നത്. എന്തായാലും ഈ കേസിലും മറ്റ് 2 കേസുകളിലുമായും ഇയാൾക്കെതിരെ കൂടുതൽ കേസുകൾ രജിസ്റ്റർ ചെയ്യാനുള്ള നടപടികൾ പോലീസ് തുടങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ സ്വകാര്യ ആശുപത്രിയിൽ പോലീസ് നിരീക്ഷണത്തിലാണ് ഈ അഫ്സൽ ഉള്ളത്. അഫ്സലിന്റെ അറസ്റ്റ് അല്പസമയത്തിനകം രേഖപ്പെടുത്തും. പിന്നീട് തുടർ നടപടികളുടെ ഭാഗമായി കോടതിയിൽ ഹാജരാക്കുകയും ചെയ്യും. അതേസമയം പോലീസ് മർദ്ദിച്ചു എന്ന ആരോപണത്തിൽ ഉന്നത തലത്തിൽ പോലീസ് സമാന്തരമായ അന്വേഷണം നടത്തുന്നുണ്ട്. ആ അന്വേഷണത്തിന് പ്രാഥമികമായും ഇയാളുടെ ആരോപണം വ്യാജമാണെന്ന് തെളിഞ്ഞിട്ടുണ്ട്. കൂടാതെ അറസ്റ്റ് നടപടികൾ ഒഴിവാക്കുന്നതിന് വേണ്ടിയാണ് ഇയാൾ പോലീസിനെതിരെ ഇത്തരത്തിലൊരു ആരോപണം ഉയർത്തിയതെന്ന കാര്യമാണ് പോലീസിന്റെ ഉന്നത വൃത്തങ്ങൾ പ്രതികരിക്കുന്നത്. വിദ്യ, പോലീസിനെതിരെ വ്യാജ മർദ്ദന ആരോപണം ഉന്നയിച്ച പ്രതിക്കെതിരെയാണ് ഇപ്പോൾ നടപടി കടുപ്പിക്കുന്നത്. ഉടൻ തന്നെ അറസ്റ്റ് ഉണ്ടാകും എന്നാണ് വിവരങ്ങൾ. ജോസി ബാബുവാണ് വിശദാംശങ്ങൾ നൽകിയത്. കൊടുങ്ങല്ലൂർ ചേരമാൻ പള്ളിയിൽ മോഷണം. മഖ്ബറയിലെ അലമാരയിൽ സൂക്ഷിച്ചിരുന്ന പണം കവർന്നു. പള്ളിയുടെ പുറകുവശത്തെ വാതിൽ കുത്തിത്തുറന്ന് ഹബീബ് ഇബ്നു മാലിക്കിന്റെയും ഖുമറിയ ബീവിയുടെയും ഖബറിടമുള്ള മഖ്ബറയിലാണ് മോഷണം നടത്തിയത്. മോഷ്ടാവിന്റേതെന്ന് കരുതുന്ന CCTV ദൃശ്യങ്ങൾ പോലീസിന് ലഭിച്ചിട്ടുണ്ട്. രാവിലെ പള്ളിയിലെത്തിയവരാണ് മോഷണ വിവരം ആദ്യം അറിഞ്ഞത്. കൊടുങ്ങല്ലൂർ പോലീസ് അന്വേഷണം ആരംഭിച്ചു.